കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ തുടങ്ങിയില്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യലാണ്. സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സാമ്പാർ പൗഡർ ഇല്ലാതെയും സാമ്പാർ പൗഡർ ഉപയോഗിച്ചും എങ്ങനെയാണ് നല്ല സദ്യയുടെ സാമ്പാർ ഉണ്ടാക്കുന്നതെന്നുള്ളത് നല്ല കൃത്യമായിട്ട് അതിൻ്റെ മെഷർമെൻറ്റും ഒക്കെ നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പം ഈ ഓണത്തിന് എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെയോ അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമ്പിൾ സാമ്പാറിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ്, എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ അവൈലബിൾ അതെല്ലാം എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് വെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു ചെറിയ കഷ്ണം എടുത്തിരിക്കുന്നത്. അതുപോലെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവോള, പിന്നെ കുറച്ച് അതായത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുമ്പളങ്ങ, പിന്നെ മുരിങ്ങാക്കോല്, ബീൻസ്, ഒരു വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, പിന്നെ ഉരുളക്കിഴങ്ങ് 2 എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ തൂരപ്പരിപ്പാണ്. ആ തൂരപ്പരിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഒരു 1/2 കപ്പ് എത്രയുണ്ട്. അപ്പം ഇതിൻ്റെ കൊഴുപ്പൊക്കെ നല്ലതായിട്ട് കൂടും. അപ്പോൾ ഞാൻ 1/4 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി എടുക്കുമ്പോൾ എപ്പോഴൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ പൊടികൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടി ഞാൻ 1 ടീസ്പൂണും നമ്മുടെ എരിവെള്ള മുളക് പൊടി 3 ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് കടുക് എടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും പിന്നെ ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി ഓപ്ഷനിലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 3 ടീസ്പൂണ്. എല്ലാം ഞാൻ ടീസ്പൂണിൻ്റെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കായം. അപ്പോൾ കായം സാമ്പാറിനൊരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനതിൻ്റെ അളവ് പറയുന്നില്ല, കാരണം നമുക്ക് ലാസ്റ്റ് അങ്ങ് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേനും ആ ഒരു കറക്റ്റായിട്ട് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. സാമ്പാർ പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം ഒഴിച്ച് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന്, ഇപ്പോൾ വെള്ളം ഞാനിപ്പോൾ ഒരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് എന്തായാലും ഇനി പച്ചക്കറിയൊക്കെ വേവിക്കാനായിട്ട് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ഉപ്പൊന്നും ഞാൻ ഇടുന്നില്ല, പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പം ഇൻ കേസ് പരിപ്പ് കാണണമെന്നൊക്കെ ഉള്ളവർ വലിയ ഫ്ലെയിമിൽ 1 വിസിലും ചെറിയ ഫ്ലെയിമിൽ 1 വിസിലും മതിയാവും. ഞാനിപ്പോൾ ചെയ്യുന്നത് വലിയ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ചെറിയ ഫ്ലെയിമിൽ 2 വിസിലുമായിട്ട് എടുക്കുക. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോഴത്തേനും വിസിൽ വരുമ്പോഴത്തേനും ചിലപ്പം വെളിയിലോട്ടൊക്കെ തെറിക്കാറുണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ഞാനപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിലോട്ട് കടുക് പൊട്ടിക്കുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ ഈ ഉള്ളി ഒന്ന് ഉലത്തിയെടുക്കുക. പിന്നെ കറിവേപ്പില, ഓക്കെ. അപ്പോൾ ഉള്ളി ഒന്ന് ഉലന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാം.
പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ലപോലെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ പൊടി കരിഞ്ഞു പോകാനിടയുണ്ട്. ഓക്കെ, നമ്മുടെ പരിപ്പ് അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചക്കറികളൊക്കെ ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഇടാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഉലർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പൊടികളൊക്കെ, അതെല്ലാം കൂടെ ഇങ്ങോട്ടിടാം. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം ഞാൻ 1/2 ടീസ്പൂണ് കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. വെള്ളം നമുക്ക് എന്തോരം വേണം അത്രയും വെള്ളം എടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ എല്ലാം റെഡിയായിട്ടുണ്ട്. ഒരു 2 വലിയ ഫ്ലെയിമിൽ 2 വിസിലാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും അതുപോലെ പുളിയും കറക്റ്റ് ആക്കുക. ഒരല്പം ഉപ്പും പുളിയും കൂടി ചേരാനുണ്ട്. ഞാൻ ഒരല്പം ഉപ്പിടുവാണ്. നമ്മൾ ഓൾറെഡി തക്കാളിയുടെ പുളി ഉണ്ട്. ഇപ്പോൾ ഒരല്പം പുളിയും കൂടി ചേർക്കാം. പുളി കൂടി പോകരുത്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞെടുത്തതാണ്. ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഇതെല്ലാം കറക്റ്റാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് മല്ലിയില, ഇപ്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് കടുക് വറുത്ത് ഇതിലോട്ടിടുക എന്നുള്ളതാണ്. അപ്പം ഈ കടുക് വറുത്ത് ഇടുമ്പോഴത്തേനും ഇൻ കേസ് നിങ്ങളുടെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് വറുക്കുമ്പോൾ ഒക്കെ ഇടാം. പിന്നെ ഇത് സാമ്പാർ പൊടി ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ വിത്തൗട്ട് സാമ്പാർ പൊടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം സാമ്പാർ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പൗഡറുകൾ, അതായത് ഉലുവാപ്പൊടി ഒഴികെ ബാക്കി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ എല്ലാം അളവ് പകുതിയാക്കുക. അതായത് 3 ടീസ്പൂൺ എടുത്തിരിക്കുന്നിടത്ത് 1.5 ടീസ്പൂൺ എടുക്കുക, 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നിടത്ത് 1 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് അതിന് പകരം സാമ്പാർ പൊടി ഒരു 4 ടീസ്പൂൺ ചേർക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കടുക് വറുത്ത് ഇതിലോട്ട് ഇടാം. ഞാൻ എണ്ണ ഒഴിച്ചു, നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിയ ശേഷം ബാക്കിയെല്ലാം ഇടാം. ഓക്കെ, അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കറിവേപ്പില കുറച്ചിടുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. മതിയാവും. ഓക്കെ, ഇനി നമ്മുടെ സാമ്പാറിലോട്ട് നമ്മൾ കടുക് പൊട്ടിച്ചത് അങ്ങോട്ട് ഒഴിക്കും. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം സാമ്പാർ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാം. അതുപോലെ ഞാൻ ഇത് തന്നെ പറയുന്നുണ്ട്, സാമ്പാർ പൊടി ഉപയോഗിച്ചും ചെയ്യുന്ന അളവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ.